റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. വെരി അത് ഗുഡ്. ഞാൻ ഒരു $60 ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിപ്പോ അറൌണ്ട് $300 അങ്ങനെയുള്ളത് അക്കൗണ്ട്. ഗ്രേറ്റ് ബ്രോ, ഗ്രേറ്റ്. നമുക്കൊരു വന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉറപ്പായിട്ടും ഇത് നമ്മൾ ഉദ്ദേശിച്ച സംഭവം കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടി ഈ കോഴ്സ് ചേരാം. ഇത് എല്ലാവർക്കും ഉറപ്പ് വരുന്നത്. വിപ്രോ ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഹാപ്പിയാണ്, കോഴ്സിൽ ഹാപ്പിയാണ്. 50,000 അതായത് ഇതിലും കൂടുതൽ ചാർജ് ചെയ്തിട്ട് ഇത്ര പോലും കണ്ടന്റ് ഇല്ലാത്ത പല കോഴ്സും ഉണ്ട്. എന്റെ ഫ്രണ്ട്സും ഒക്കെ ചില ഒക്കെ ചേർന്നിട്ട് എന്താ പറയാ, പൈസ ചെക്ക് കുറവാണെങ്കിലും ജസ്റ്റ് ബേസിക്സും ഇങ്ങനെ ട്രേഡ് എടുത്താൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന പല കോഴ്സും. പക്ഷെ 50,000 അതെനിക്ക് തോന്നുന്നു മാക്സിമം ചിലപ്പോൾ കുറവായിരിക്കും. ഇങ്ങനത്തെ ഒരു കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 50,000 അത് വേർത്താണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ മെന്റേഴ്സിനോട് എപ്പോൾ വേണമെങ്കിൽ ചോദിക്കും. ആ ഒരു ധൈര്യത്തിൽ, അതായത് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിലൊരു സംശയം വന്നെങ്കിൽ അത് അപ്പം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലിയർ ആക്കി തരും. ഫുൾ സപ്പോർട്ടും ഉണ്ട് കോഴ്സിന്. അപ്പം അവർക്ക് സംശയമില്ലാണ്ട് ഈ കോഴ്സ് എടുക്കാം. ടോട്ടലി വിന്നിംഗ് റേറ്റ് കൂടുതലാണെന്നുള്ള ഇത് കിട്ടുന്നുണ്ട്. അഡ്വൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് അവർക്ക് ഈ സംശയങ്ങൾ ഉണ്ടാവും. ഇത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ആൾക്കാർ പോലെ തന്നെയാണോ ഇതും എന്നുള്ള സംശയം ഉണ്ടാവും. അതവർക്ക് ഇല്ലാണ്ട് ഈ കോഴ്സ് എടുക്കാം. അതിന് ഞാൻ ഗ്യാരണ്ടി പറയാം. ഹായ്, എന്തൊക്കെ വിശേഷം? എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ട്രൂസൻസിന്റെ TMC കോഴ്സും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ എക്സ്പീരിയൻസ്? കോഴ്സ് പറയാന്ന് വെച്ചാൽ കോഴ്സ് അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച്, അതായത് നമ്മളെന്താ പറയാ, ഇതിനു മുമ്പ് യൂട്യൂബിലൊക്കെ കുറെ ICT മറ്റേ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എല്ലാം കണ്ട് ചെയ്തിട്ടും പ്രോഫിറ്റ് വരാത്തത് ഇവിടെ ഇപ്പൊ എന്താ പറയാ, എടുക്കുന്ന ട്രേഡ് കുറെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കിപ്പോ എല്ലാ ട്രേഡും കിട്ടണം എന്നുള്ള വാശിയിൽ പോയിട്ടാണ് ആദ്യം എടുക്കല്. മാർക്കറ്റിൽ എല്ലാ ട്രേഡും കൊടുക്കും. അപ്പൊ ഈ കോഴ്സ് പഠിച്ച് ഇതാക്കിയോണ്ട് ഇപ്പൊ എല്ലാ ട്രേഡും കൊടുക്കാണ്ട് നമുക്ക് ആവശ്യമുള്ള ട്രേഡ് മാത്രം ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള ട്രേഡ് മാത്രം എടുക്കാൻ പറ്റി. അതിൽ തന്നെ പ്രോഫിറ്റ് വന്നാൽ കൂടുതലും, അതായത് ഇപ്പൊ ഒരു 5 ട്രേഡ് എടുത്തതിൽ മാക്സിമം ഒരു 2 ട്രേഡ് SL 3 ട്രേഡ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ 3 ട്രേഡ് SL വന്നാൽ തന്നെ ഓവറോൾ പ്രോഫിറ്റിലേക്കുള്ള ഇതിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട്. പിന്നെ ഹാപ്പിയാണോ? കോഴ്സ് അഭിപ്രായം ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഹാപ്പിയാണ്, കോഴ്സിൽ ഹാപ്പിയാണ്. അതുപോലെ നമ്മളെ സോണും പിന്നെ ന്യൂസ് ടൈമിൽ ട്രേഡ്, ആദ്യമൊക്കെ ന്യൂസ് ടൈമിൽ ട്രേഡ് എങ്ങനെ എടുക്കണം, ഏത് വന്ന് എങ്ങനെ എടുക്കണം എന്ന് അറിയില്ലേ. അപ്പൊ എടുത്തിട്ട് കുറെ എടുത്ത പാടന്നെ അത് റിവേഴ്സ് ചെയ്തിട്ട് SL അടിച്ച് തീരുന്ന അവസ്ഥയിലുണ്ട്. SL വെക്കാൻ ടൈം കിട്ടില്ല. ഇപ്പൊ കോഴ്സിൽ ഇപ്പോ ന്യൂസ് ടൈമിൽ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നും കൂടി പഠിച്ചുകൊണ്ട് ന്യൂസ് ടൈം, അതായത് ഓവറോൾ ന്യൂസ് ടൈം കുറച്ചുകൂടി പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബ്രോ ഇത്? പിന്നെ ആൾക്കാരെ പറയുന്ന 50,000 രൂപ അധികമായിട്ട് തോന്നുന്നുണ്ടോ ഈ കോഴ്സിന്? ഇല്ല, 50,000 അതായത് ഇതിലും കൂടുതൽ ചാർജ് ചെയ്തിട്ട് ഇത്ര പോലും കണ്ടന്റ് ഇല്ലാത്ത പല കോഴ്സും ഉണ്ട്. എന്റെ ഫ്രണ്ട്സും ഒക്കെ ചില ഒക്കെ ചേർന്നിട്ട് എന്താ പറയാ, പൈസ ചെക്ക് കുറവാണെങ്കിലും ജസ്റ്റ് ബേസിക്സും ഇങ്ങനെ ട്രേഡ് എടുത്താൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന പല കോഴ്സും. പക്ഷെ 50,000 അതെനിക്ക് തോന്നുന്നു മാക്സിമം ചിലപ്പോൾ കുറവായിരിക്കും. ഇങ്ങനത്തെ ഒരു കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 50,000 അത് വേർത്താണ്. ദൈവത്തായ കോഴ്സാണ് TMC കോഴ്സ്. അടിപൊളി, അടിപൊളി. എന്താ പറയാ, എനിക്ക് അതിന്റെ 50,000 ചെലവാക്കിയതിന്റെ വേർത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ന്യൂ ജോയിനീസ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ കോഴ്സ് പഠിക്കണം, പിന്നെ പുതിയതായിട്ട് വരുന്ന, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ട്രൂസൻസിനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എന്താണ് അവർക്ക് ബ്രോന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അഡ്വൈസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് അവർക്ക് ഈ സംശയങ്ങൾ ഉണ്ടാവും. ഇത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ആൾക്കാർ പോലെ തന്നെയാണോ ഇതും എന്നുള്ള സംശയം ഉണ്ടാവും. അതവർക്ക് ഇല്ലാണ്ട് ഈ കോഴ്സ് എടുക്കാം. അതിന് ഞാൻ ഗ്യാരണ്ടി പറയാൻ വേണമെങ്കിൽ, അതുകൂടാണ്ട് തന്നെ എന്താ പറയാ, നമുക്കൊരു വന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉറപ്പായിട്ടും ഇത് നമ്മൾ ഉദ്ദേശിച്ച സംഭവം കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടി ഈ കോഴ്സ് ചേരാം. ഇത് എല്ലാവർക്കും ഉറപ്പ് വരുന്നത്. പിന്നെ നമ്മൾ മുടക്കിയ പൈസന്റെ പേർക്ക്, അതായത് സപ്പോർട്ട് ആയാലും നമ്മുടെ അഭിപ്രായം ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അപ്പം ചോദിച്ചാലും അപ്പോഴപ്പോൾ ആൻസർ തരുത്തും എല്ലാം. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ മെന്റേഴ്സിനോട് എപ്പോൾ വേണമെങ്കിൽ ചോദിക്കും. ആ ഒരു ധൈര്യത്തിൽ, അതായത് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിലൊരു സംശയം വന്നെങ്കിൽ അത് അപ്പം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലിയർ ആക്കി തരും. ഫുൾ സപ്പോർട്ടും ഉണ്ട് കോഴ്സിന്. അപ്പം അവർക്ക് സംശയമില്ലാണ്ട് ഈ കോഴ്സ് എടുക്കാം. എന്താ പറയാ, മറ്റുള്ള ഇപ്പോൾ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് അധികം കമ്പയർ ചെയ്യാണ്ട് തന്നെ നമുക്ക് കോഴ്സിലേക്ക് കയറേണ്ട ഒരു കോൺഫിഡൻസോടുകൂടി കോഴ്സ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്ത് നോക്കിയായിരുന്നു ബ്രോ? ഞാൻ ലൈവ് മാർക്കറ്റ് ട്രേഡ് ഇപ്പം പറയാന്ന് വെച്ചാൽ തേർഡ് സെഷനിൽ തേർഡ് സെഷൻ കഴിഞ്ഞത് മുതൽ ഞാൻ ഒരു റിയൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. വെരി അത് ഗുഡ്. ഞാൻ ഒരു $60 ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിപ്പോ അറൌണ്ട് $300 അങ്ങനെയുള്ളത് അക്കൗണ്ട്. ഗ്രേറ്റ് ബ്രോ, ഗ്രേറ്റ്. ഭയങ്കര സന്തോഷമുണ്ട്. അതിന്റെ ട്രേഡിന്റെ ഹിസ്റ്ററി ഒന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ഒന്ന് അഭിക്ക് അയച്ചു കൊടുക്കണം കേട്ടോ, കാരണം നമുക്കെല്ലാം കാഴ്ചവെക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. ഭയങ്കര സന്തോഷമാണ് ബ്രോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കെല്ലാം ഇപ്പോഴും ഡൗട്ടായി, ഇങ്ങനെ ആരെയും വർക്കൗട്ട് ആവുന്ന സ്ട്രാറ്റജി പഠിപ്പിച്ചു കൊടുക്കുമോ, സ്വന്തം ഇരുന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ നോക്കുള്ളൂ. പക്ഷേ ഇത്രയും സ്വാർത്ഥതയുള്ള ആൾക്കാരുടെ ലോകത്താണ് നമ്മളുള്ളത്. എന്നിട്ട് പോലും നമ്മളത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിലൂടെയാണ് പുറത്തേക്ക് അറിയുന്നത്. ഇപ്പം നമുക്കിപ്പോ എല്ലാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പാടും തന്നെ എല്ലാം പ്രോഫിറ്റിലാകണമെന്നില്ല. ഇപ്പൊ ചില ആളുണ്ട് ആദ്യം കുറച്ച് ട്രൈ ചെയ്ത് ഒന്നും നടക്കാന്നില്ലാണ്ട് അപ്പോൾ അത് ഇട്ടേച്ചിട്ട് പോകും. ഈ സ്ട്രാറ്റജി ഒന്നും വർക്ക് ചെയ്യില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിൽ മാക്സിമം ശ്രമിച്ചു നോക്കണം. അതായത് ഇപ്പൊ നമ്മൾ കാണാത്ത എന്തെങ്കിലും മിസ്സായ എന്തെങ്കിലും ഉണ്ടാവും, അത് കണ്ടുപിടിച്ച് ഇപ്പൊ ഇതിൽ തന്നെ ഈ സ്ട്രാറ്റജി തന്നെ ആദ്യം ഞാൻ വരുന്ന എല്ലാ ട്രേഡ് കൊടുത്തിന്, അതായത് നമ്മൾ ഈ സോൺ വന്ന് ടച്ച് ചെയ്യുക എടുക്കുക, അതായത് ആദ്യം ഞാനും ചെയ്തത്.
ലോസ് വന്നിന്. പക്ഷെ ഡെമോ അക്കൗണ്ടിലായതുകൊണ്ട് അങ്ങനെ ഇതായില്ല. പക്ഷെ എങ്കിലും ഞാനത് അതൊന്ന് ഫിൽട്ടർ ചെയ്ത് കറക്റ്റ് നോക്കി എടുത്ത് ഞാൻ ട്രേഡ് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. മാക്സിമം എന്താ പറയാ ടോട്ടലി വിന്നിംഗ് റേറ്റ് കൂടുതലാന്നുള്ള ആ ഇത് കിട്ടുന്നുണ്ട്. ഹാപ്പി ആയി മൊത്തത്തില്. ഹാപ്പി. ഓക്കെ ബ്രോ. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. എന്ത് ഓക്കെ സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു, നമ്മളൊക്കെ കട്ടൊക്കെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മാൻ. താങ്ക് യു.